ഭരണപക്ഷ മുന്നണിയിലെ രണ്ട് സംഘടനകളുടെ പരസ്പര സമരത്തിൽ പൊറുതിമുട്ടുകയാണ് കോട്ടയം കളക്ടറേറ്റിലെത്തുന്ന പൊതുജനങ്ങൾ. CPM പോഷക സംഘടനയായ NGO യൂണിയനും CPI സംഘടനയായ ജോയിന്റ് കൗൺസിലുമാണ് പരസ്പര ആരോപണങ്ങളുമായി സമരം തുടരുന്നത്. HRMS മാനദണ്ഡങ്ങൾ ലംഘിച്ച് വില്ലേജ് ഓഫീസർമാരുടെ സ്ഥലമാറ്റം നടത്തിയെന്നാരോപിച്ചായിരുന്നു CPIM സംഘടനയായ NGO യൂണിയൻ വ്യാഴാഴ്ച പ്രതിഷേധം നടത്തിയത്. സ്ഥലമാറ്റ ഉത്തരവിറക്കിയ ADM-നെ ഒരു ദിവസം മുഴുവൻ NGO യൂണിയൻ ഉപരോധിച്ചു. രാത്രി പ്രവർത്തന സമയം കഴിഞ്ഞും ADM ഓഫീസിലെ ജീവനക്കാരെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്രതിഷേധക്കാർ അനുവദിച്ചില്ല. പോലീസ് സംരക്ഷണയിലാണ് ഒടുവിൽ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയത്. അനധികൃത ഉത്തരവിന് CPI സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ പിന്തുണയും ഒത്താശയുമുണ്ടെന്നാരോപിച്ച് കൗൺസിലിനെതിരെ കൂടിയായിരുന്നു പ്രതിഷേധം. അന്ന് പകുതി ദിവസത്തോളം പൊതുജനങ്ങൾക്ക് ADM ഓഫീസ് സേവനം ഉപയോഗിക്കാനായില്ല. അദ്ദേഹത്തിന്റെ വീടുകളിലിരിക്കുന്ന പുസ്തകം മറിച്ച് നോക്കിയാൽ മനസ്സിലാവും സിവിൽ സർവീസിൽ ജോയിന്റ് കൗൺസിലിന്റെ സ്ഥാനം എന്താണ്. അതുകൊണ്ട് ഇവിടെ പണിമുടക്കിട്ടുള്ള അല്ലെങ്കിൽ സമരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകൾ ശക്തമായ നിലപാട് എടുക്കണം. NGO യൂണിയന്റെ പ്രതിഷേധം മനുഷ്യത്വരഹിതമായിരുന്നെന്നാരോപിച്ച് CPI സംഘടനയായ ജോയിന്റ് കൗൺസിൽ പ്രതിഷേധം ശനിയാഴ്ച ആരംഭിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മണിക്കൂറുകൾ തടഞ്ഞുവച്ചത് പ്രാകൃത സമരരീതിയാണെന്നും ജോയിന്റ് കൗൺസിൽ ആരോപിച്ചു. 100-ലധികം സർക്കാർ ഉദ്യോഗസ്ഥരാണ് സേവനം നിർത്തിവെച്ച് രണ്ട് സമരങ്ങളിലുമായി പങ്കെടുത്തത്. നിയമവിരുദ്ധമായ നടപടികൾക്ക് മുന്നണി നോക്കാതെ പ്രതിഷേധങ്ങൾ നടത്തുമെന്നായിരുന്നു ഇരു കൂട്ടരുടെയും പ്രതികരണം. ജോയിന്റ് കൗൺസിൽ മാനദണ്ഡം അട്ടിമറിച്ചുകൊണ്ട് സ്ഥലം മാറ്റം നടത്തുന്നതിന് വേണ്ടി ഉള്ള സമ്മർദ്ദം മേലധികാരികളുടെ മുമ്പിൽ ചെലുത്തുകയാണ്. മേലധികാരികൾക്ക് ആ കസേര സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ സമ്മർദ്ദത്തിന് അടിമപ്പെടേണ്ട ഒരു സാഹചര്യം വരികയാണ്. അതാണ് ഈ പ്രക്ഷോഭ സമരത്തിന്റെ ആധാരം. ഭരണപക്ഷ മുന്നണിയിൽപ്പെട്ട രണ്ട് സംഘടനകൾ പരസ്പരം സമരവുമായി ഇറങ്ങിയപ്പോൾ തടസ്സപ്പെട്ടത് പൊതുജനങ്ങൾക്ക് അർഹമായ സേവനങ്ങളാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.